സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. ചോക്കാട് മാളിയേക്കലിൽ യുവതിയെയും കുടുംബത്തെയും വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. മാളിയേക്കൽ മാഞ്ചേരി ഫസീലയാണ് ആക്രമണത്തിനിരയായത്. ഫസീലയും പ്രസവിച്ചു കിടക്കുന്ന മകൾക്കും 14-കാരനായ മകനും ക്രൂരമായി മർദ്ദനമേറ്റതായി പരാതി. 3 പേരെയും കാളികാവ് CHCയിൽ പ്രവേശിപ്പിച്ചു. യുവതിയുടെ വീടിനടുത്തുള്ള ഒരു മതസ്ഥാപനത്തിന്റെ കമ്മിറ്റിക്കെതിരെ യുവതി നേരത്തെ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യുവതിയും കമ്മിറ്റി അംഗങ്ങളും നേരത്തെ വാക്കേറ്റങ്ങളും ഉണ്ടായിരുന്നു. യുവതിയുടെ സ്ഥലം മദ്രസ കമ്മിറ്റി കയ്യേറിയെന്നാണ് പരാതി. യുവതിയെ നേരിട്ടറിയുന്ന 3 പേർ തിങ്കളാഴ്ച രാവിലെ 10-ന് വീടിനടുത്തു വന്നു. ഇവർ ആക്രമിക്കാൻ വന്നതാണെന്ന് കരുതി 14-കാരനായ മകൻ വീഡിയോ എടുത്തു. ഇതിനെ ചോദ്യം ചെയ്ത് മൂവരും ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഫസീലയ്ക്കും മകൾ നജീബ സുൽത്താനയ്ക്കും 14-കാരൻ മുഹമ്മദ് നജീബിനും മർദ്ദനമേറ്റു. എന്നിട്ട് ഞങ്ങളെടുക്കാറിനാണ്ട് എന്നിട്ട് മേത്തെടുക്കാൻ വന്നു. എന്നിട്ട് നല്ലോ ഞങ്ങളെ ചീത്ത അറിയാം പറയാം. അതിൽ ഞങ്ങൾ എന്നിട്ട് പറഞ്ഞപ്പോൾ ഒരിക്കൽ പറ്റിയില്ല. അതിൽ മേത്ത് കിട്ടു. അതിൽ ഞാൻ ചെറിക്കടിച്ചു, ഉമ്മാനൊക്കെ കാട്ടി, എൻ്റെ ഊരൊക്കെ മുട്ടുങ്ങാലോണ്ട് കുത്തി ഒക്കെ കാട്ടി വരും. ഒരു 3 ആള്, 2 ആൾക്കാർ ഞങ്ങളെ തല്ലി. ആൾക്കാരെ കണ്ടറിയാം. അതൊരു 10:30 ഫസീലയ്ക്ക് കാലിനും കഴുത്തിനും തലയ്ക്കും പരിക്കേറ്റു. മകൾ നജീബയ്ക്കും പരിക്കേറ്റ് ശരീരത്തിൽ മുറിവുകളുണ്ട്. ആ കുട്ടിന്റെ കാലും കയ്യൊക്കെ ചോരയാണ് വരുന്നത്. കുടിച്ച് വലിച്ചൊക്കെയാണ്. എന്റെ കുട്ടിക്ക് 14 വയസ്സാണ്. ആ 14 വയസ്സായ ചെറുക്കനെയാണ് മൂന്നൊക്കെ അടിച്ചത്. പാലക്കത്തോണ്ടി സലാം 10 മണിന്റെയും 10:30 ഇടയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. 10 മണിന്റെയും 10:30 ഇടയിലാണ് ഇത് സംഭവം നടന്നിട്ടുള്ളത്. ഇവര് 3 ആൾ ആക്രമിക്കാനായിട്ട് വന്നിക്കാണ്. വെറുതെ പ്രശ്നം സൃഷ്ടിക്കുക. ഞാൻ അപ്പോൾ തന്നെ ഓരോരുത്തർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ, ഇവര് പ്രശ്നം ഉണ്ടാക്കാനാ വന്നിക്കണം കേട്ടോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ അങ്ങോട്ടൊന്നിനും പോയിട്ടില്ല. ഓല് ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചേക്കാണ്. ഞങ്ങളെ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചേക്കാണ്. ആ പോലീസ് വന്നുകാണ്ട് അപ്പത്തിന് പോലീസ് വരുന്നുണ്ട്. അപ്പത്തിന് ഇവര് അവിടുന്ന് ഓടി. ഒരു 3 ആളും പിന്നെ ബൈക്കും സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് ഓടിപ്പോയിക്കാണ്. എന്നിട്ട് ഓല് നേരെ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഇവിടുന്ന് ഷീട്ടെടുത്ത് ഡോക്ടറെ കാണിച്ച് ഓല് ഇറങ്ങി പോണതാണ് ഞങ്ങൾ കണ്ടത്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങളെ മുടി പിടിച്ച് വലിച്ച് ഇഷ്ടികൊണ്ടൊക്കെ എറിഞ്ഞ്, ഇഷ്ടികൊണ്ടും കല്ലുകൊണ്ടും മണലും പിന്നെ അവിടുന്ന് പൊടി എടുത്തുകൊണ്ട് ഒക്കെ എറിഞ്ഞ് നല്ലോണൊക്കെ. ഇപ്പൊ ഈ വിരലൊന്നും അനക്കാൻ കഴിയുന്നില്ല. ഈ വിരലിനൊക്കെ കാൽമുറി പിന്നെ റിയാസ് പിടിച്ച് വലിച്ചതാ. ചെരലിൽ കൂടെ വലിച്ചു കൊണ്ടുപോയതാണ് അവര്. കാലുമേലും എന്റെ കാലുമേലും എന്റെ കാലൊക്കെ ഇവിടെയൊക്കെ മുറിയേക്കണ്. ആകെ മുറിയേക്കണ്. കൈപ്പലൊന്നും അനക്കാൻ കഴിയണില്ല. അപ്പൊ അഡ്മിറ്റ് ഇപ്പൊ ഡോക്ടറെ കാണിച്ചുകൊണ്ട് ഇപ്പൊ എക്സ്റേ എഴുതിക്കണ്. മോളെ എക്സ്റേ എടുത്ത് വന്നു. ഇനി എനിക്ക് എക്സ്റേ എടുക്കാൻ പോവാണ്. നജീബ പ്രസവിച്ച് കിടക്കുന്നതിനിടെയാണ് മർദ്ദനം. ഫസീലയെയും കുടുംബത്തെയും മർദ്ദിക്കുന്നതും നിലത്ത് വലിച്ചിഴയ്ക്കുന്നതുമായ CCTV ദൃശ്യങ്ങൾ പുറത്തായിട്ടുണ്ട്. യുവതിയും മദ്രസ കമ്മിറ്റിയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും വിജയിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.